ഹലോ, അപ്പോൾ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ഒരു ഉച്ച വരെയുള്ളൊരു സമയമാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. എല്ലാ ദിവസവും ഇങ്ങനെയൊന്നും അല്ല. ഇന്നപ്പോൾ ഇച്ചിരി ക്ലീനിങ്ങും പരിപാടിയൊക്കെയാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് നല്ല മൂഡ് ഓഫായി. കാരണം നമുക്ക് തുണിയൊന്നും കഴുകി ഉണങ്ങി കിട്ടില്ലല്ലോ, അതുകൊണ്ട്. അപ്പോൾ പുറത്തോട്ടിറങ്ങി നോക്കിയപ്പോൾ അതിഗംഭീരമായിട്ടുള്ള മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പം എനിക്ക് മഴ പൊതുവെ ഇഷ്ടമാണ്, പക്ഷേ ഇപ്പം ഡെയിലി എന്നും അങ്ങ് മഴയല്ലേ, അതുകൊണ്ട് നമുക്ക് തുണിയൊന്നും നന്നായിട്ട് ഉണങ്ങി കിട്ടാൻ പറ്റുന്നില്ല. പിന്നെ ആകെ ഒരു കുളമായിട്ടുള്ളൊരവസ്ഥ ആയതുകൊണ്ട് എനിക്കൊരു ചെറിയൊരു മൂഡ് ഓഫ് ഉണ്ടായിരുന്നു. അല്ലാണ്ട് സാധാരണ എനിക്ക് മഴ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഋതുവിൻ്റെ ഭാഗം ഒരു ഡാൻസൊക്കെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിട്ടിരിക്കുകയാണ്. ആ ഒരു സമയത്ത് മിക്കപ്പോഴും ഉള്ളതാണ് കേട്ടോ രാവിലെ ഈ ഒരു ഡാൻസൊക്കെ. അപ്പോൾ ഞാനും അമ്മയും കൂടെ ഒന്നും ചെയ്യാനൊരു മൂഡൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ ഇരിക്കുക. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്നൊക്കെ ഉള്ള ഒരു പ്ലാനിങ്ങിൽ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് ഋതുവിൻ്റെ ഡാൻസ് നടന്നുകൊണ്ടിരിക്കുക. ദേ ഗൈസ്, ഞാൻ ഈ ചവിട്ടുമത്തെ എല്ലോടെ രാവിലെ ഒന്ന് കഴുകിയിട്ടായിരുന്നു. അത് കണ്ടോ മൊത്തം നനഞ്ഞ് ഒരു പരുവായിട്ട് കിടക്കുന്നു. ഇത് കാണുമ്പോഴാട്ടോ എനിക്ക് മൂഡ് ഓഫ്. അങ്ങനെ പിന്നെ ഋതുവിനെ ഒന്ന് പല്ല് തേപ്പിക്കണം. അതാണ് എൻ്റെ അടുത്ത വലിയൊരു ടാസ്ക്കാണ് കേട്ടോ. ഇതൊക്കെ കാണുന്നത് വെറും പ്രഹസനം മാത്രമാണ്. അവൾക്ക് പല്ല് തേക്കുന്നത് ഇച്ചിരി മടുപ്പുള്ള കാര്യമാണ്. ഞാൻ പിന്നെ എന്തൊക്കെയൊക്കെയോ പറഞ്ഞും കാണിച്ചോട്ടാണ് കേട്ടോ ഒന്ന് തേക്കുന്നത്. ചില ദിവസങ്ങളിലൊന്നും ഒട്ടുമേ പറ്റത്തില്ല, കാരണം അവൾ തേച്ചാൽ ശരിയാവില്ലല്ലോ. അപ്പോൾ ഇന്ന് രാവിലെ പുട്ടാണ് കേട്ടോ, പുട്ടും പഴമാണ്. അപ്പം പുട്ടായതുകൊണ്ട് തന്നെ ഇച്ചിരി താമസിച്ച് തുടങ്ങിയാൽ മതിയല്ലോ എന്ന് ഓർത്തു. അപ്പം അമ്മ രാവിലെ കുറച്ച് തേങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ബാക്കിയും കൂടി തിരുമ്മാണ് കേട്ടോ പുട്ടിന് വേണ്ടിയിട്ട്. അപ്പോൾ പുട്ട് നമ്മൾ ഇച്ചിരി കൈവെള്ളം കൂടി വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അമ്മ ഇവിടെ അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. എനിക്ക് പുട്ട് കുഴയ്ക്കൽ, പിന്നെ അതുപോലെ ചപ്പാത്തിക്ക് കുഴച്ച് വെക്കുന്നത്, ഇടിയപ്പത്തിന് കുഴച്ച് വെക്കുന്നത്, അതൊന്നും എനിക്ക് അത്രയ്ക്ക് വശമില്ല കേട്ടോ ഇങ്ങനെ കുഴച്ച് വെക്കുന്ന ഐറ്റംസ് ഒന്നും. അപ്പോൾ അതൊക്കെ അമ്മ രാവിലെ കുഴച്ച് വെക്കും, പിന്നെ ഞാൻ വന്നിട്ട് ചെയ്യുവാണ് ചെയ്യുന്നത്. പുട്ടിനാണെങ്കിലും പുട്ടിനും പിന്നെ ചപ്പാത്തിക്ക് എനിക്ക് ഒട്ടുമേ പറ്റില്ല കേട്ടോ. ചപ്പാത്തിക്ക് മെയിനായിട്ട് എനിക്കിങ്ങനെ കുഴച്ച് വെച്ചാലൊക്കെ ചിലപ്പോൾ വെള്ളം കൂടിപ്പോവും, ചിലപ്പോൾ വെള്ളം കുറവായിരിക്കും, അങ്ങനത്തെയൊക്കെ ഇഷ്യൂസ് വരുമല്ലോ. അതുകൊണ്ട് ഞാൻ അതിലൊന്നും ചെയ്യില്ല കേട്ടോ. അങ്ങനെ പുട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങനെ നമ്മുടെ ലാസ്റ്റ് പൊട്ടും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത വലിയ ടാസ്ക് എന്ന് പറയുന്നത് ഇവകളെ ഒന്ന് ഇച്ചിരി ഒന്ന് കഴിപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ആണെങ്കിൽ കുറച്ച് ദിവസമായിട്ട് ഒന്നും കഴിക്കത്തില്ല കേട്ടോ. ഒരു പനി വന്നതിന് ശേഷമാണ് ഒന്നും കഴിക്കത്തില്ല. അല്ലെങ്കിൽ ഒന്ന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ മൊത്തം ചാടി ഓടി നടന്നാലേ ഒരിച്ചിരി ചോറ് അവിടെ വായിലോട്ട് പോകത്തുള്ളൂ. അതോ കഴിക്കുന്നതിന് മുമ്പ് തന്നെ അവൾക്ക് വെള്ളം വേണം. വെള്ളം കുടിച്ച് പകുതി വയറങ്ങ് നിറയ്ക്കും. എങ്ങനെയാണ് ഇത് പാടിക്കേ? പാടി. അങ്ങനെ ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ട് എൻ്റെ പണിയിലോട്ട് കിടന്നു കേട്ടോ. കാരണം ക്ലീനിങ് ഉണ്ടായിരുന്നു ഇന്ന്. പിന്നെ അപ്പോൾ അവിടെ ഫുള്ളാകെ പൊടിയൊക്കെ പിടിച്ചിട്ട് കിടക്കുമായിരുന്നു കേട്ടോ. അപ്പം അതൊക്കെ അവിടെ നിന്ന് ക്ലീൻ ചെയ്തു. ടി വി ഒക്കെ ഒന്ന് തുടച്ചു. ടി വി സ്റ്റാൻഡെല്ലാം വേണ്ടാത്ത കുറേ പേപ്പറും സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം എടുത്ത് മാറ്റി അവിടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യുവാണ് കേട്ടോ. അങ്ങനെ ഇങ്ങോട്ട് വന്നപ്പോഴോ ഇവിടെ ഒരു 3-4 ചാക്കിനകത്ത് കയറ്റാൻ പറ്റുന്ന അധികം സാധനങ്ങളുണ്ട് കേട്ടോ, കളിപ്പാട്ടങ്ങൾ. അങ്ങനെ 2 പേരുടെയും കൂടെ, ചേട്ടൻ്റെ മോൻ്റെയും കൂടിയാണ് കേട്ടോ. 2 പേരും അവരും കൂടെ വന്നപ്പോഴത്തേക്ക് എല്ലാം പിന്നെ എടുത്ത് വിലക്കി വാരി വരച്ച് അവിടെ ഇവിടെയൊക്കെ ഇട്ടിരിക്കുമായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഇവൾക്ക് ഇതൊന്നും വേണ്ട, അവൾക്ക് വണ്ടിയും കാര്യങ്ങളൊന്നും വേണ്ട, അവൾക്ക് കുറച്ച് പാവകളും ഒക്കെ മതി കേട്ടോ, പിന്നെ ബുക്കൊക്കെ. അപ്പോൾ അതെല്ലാം അവിടെ വെച്ചിട്ട് ഞാൻ ഈ വണ്ടി പിന്നെ വേണ്ടാത്ത അവൾ എടുക്കാത്ത സാധനങ്ങളൊക്കെ ഒരു ചാക്കിനകത്ത് ഇട്ടിട്ട് മാറ്റി വെക്കണം കേട്ടോ. അങ്ങനെ എടുത്ത് മാറ്റി വെച്ചിരിക്കുമായിരുന്നു നേരത്തെ. അപ്പം പിന്നെ കുഞ്ഞ് വന്നപ്പം അവന് എടുത്തിട്ടതാണ് കേട്ടോ ഇതെല്ലാം കൂടെ. പിന്നെ പുതിയ
മേടിച്ചത്, പിന്നെ നേരത്തെ അവിടെ ഇവിടെയൊക്കെ കിടന്നത് എല്ലാം കൂടി എടുത്ത് അവിടെ എല്ലാം വാരി അവിടെ ഫുള്ള് നിറഞ്ഞ് കുന്നുപോലെ കിടക്കുമായിരുന്നു. പിന്നെ അതെല്ലാം ഞാൻ ബാക്കി അവൾ എടുക്കാത്തതെല്ലാം മാറ്റി ചാക്കിനകത്തിട്ടു. പിന്നെ അവൾ എടുക്കുന്ന കുറച്ച് സാധനങ്ങളുണ്ട്, സ്ഥിരമായിട്ട് എടുക്കുന്ന സാധനങ്ങൾ, അപ്പോൾ അതെല്ലാം എടുത്ത് അവിടെ വെച്ചു. അതും കൂടുതലും പാവയാണ് കേട്ടോ അവൾ എപ്പോഴും എടുക്കുന്നത്. അങ്ങനെ പെൺപിള്ളേർക്ക് ഇച്ചിരി പാവയോടൊക്കെ ആയിരിക്കുമല്ലോ ക്രേസ്. അങ്ങനെ എൻ്റെ അടുത്ത് അവിടെ വന്ന് നിൽപ്പുണ്ട്. എന്നിട്ട് അമ്മ എന്തെടുക്കുവാന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇരിപ്പുണ്ട് കേട്ടോ. അങ്ങനെ തൂപ്പലും അടുക്കിപ്പറക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ തുടയ്ക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഋതു കിടന്ന് അങ്ങോട്ട് ചാടുന്നു ഇങ്ങോട്ട് ചാടുന്നു, തെന്നി വീഴുമല്ലോ, വെള്ളമല്ലേ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഓടിച്ചു വിട്ടു കേട്ടോ. ഓടിച്ചു വിടുന്ന കൂട്ടത്തിൽ എൻ്റെ കാലും കൂടെ ഒന്ന് ചെന്ന് ഇടിച്ചു. ആകെപ്പാടെ ചളമായിട്ട് എനിക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ റൂമെല്ലാം ഋതു അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു, അവളെ ഹാൻഡിൽ ചെയ്യണം, എനിക്കിവിടെ തുടയ്ക്കുകയും ചെയ്യണമല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറേ പ്രാവശ്യം തൂത്തിട്ടാണ് കേട്ടോ തുടയ്ക്കാൻ ഇറങ്ങിയത്. അപ്പം പിന്നെ ഇവിടുന്നൊക്കെ മുടി പറന്ന് വരുവാ. അപ്പം മുടി പറക്കിയാണ് ഞാൻ മാക്സിമം കുറഞ്ഞത്. എൻ്റെ മുടി നന്നായിട്ട് കൊഴിയുന്നുണ്ട്, അതുകൊണ്ടായിരിക്കും. അങ്ങനെ പിന്നെ തുടപ്പെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഇന്നലത്തെ മീൻ വറുത്തതും ഉണ്ടായിരുന്നു. പിന്നെ അതൊന്ന് ചൂടാക്കി പിന്നെ അമ്മ അയില മീൻ വെട്ടുന്നതും ഉണ്ട് കേട്ടോ. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തപ്പം കണ്ടപ്പം തന്നെ മനസ്സിലൊരു നല്ലൊരു ആശ്വാസമായി. കാരണം എല്ലാം കഴിഞ്ഞല്ലോ, എല്ലാം ക്ലീനായി കിടക്കുന്നില്ലല്ലോ എന്ന് ഓർത്തപ്പം. ഇത് പക്ഷേ ഒരു ഇച്ചിരി നേരത്തേക്കേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് ഈ ഇരിക്കുന്ന സാധനം മൊത്തവും കുളവാക്കും. അങ്ങനെ രാവിലെ കുളിപ്പിച്ചില്ല കേട്ടോ. ഞാൻ ഓർത്ത് ഈ ക്ലീനിങ് എല്ലാം ഒന്ന് കഴിഞ്ഞിട്ട് ഒന്ന് കുളിപ്പിക്കാമെന്ന് ഓർത്തു. അങ്ങനെ അവളെ കുളിപ്പിച്ചുകൊണ്ടൊക്കെ വന്നു. മുടിയൊക്കെ ചീവുന്നതൊന്നും ഒട്ടുമേ ഇഷ്ടമുള്ള കാര്യമല്ല, നിന്ന് തരത്തില്ല. പിന്നെ ഞാനിപ്പോൾ ഇവിടെ ഫോൺ വെച്ചിരിക്കുന്ന കണ്ടതുകൊണ്ട് അതിലോട്ട് നോക്കി നിന്നിട്ടാണ് കേട്ടോ അവിടെ നിൽക്കുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും നിൽക്കത്തില്ല ആൾ. അങ്ങനെ പിന്നെ റൂമിലെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് പുതിയതെടുത്ത് വിരിക്കുകയാണ് കേട്ടോ. അപ്പം വെളിയിൽ നല്ലൊരു മഴയും പെയ്യുന്നുണ്ട്. അപ്പോൾ ഋതു അവിടെ സൈഡിലിരുന്നിട്ട് ഒരുങ്ങുന്നുണ്ട്. എന്നോട് പൊട്ടിതാ കൺമിഷിതാ എല്ലാം പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവളെ വീണ്ടും കുളിപ്പിക്കേണ്ടി വരും. അപ്പോൾ നല്ല മഴ പുറത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഞാനങ്ങ് ജനലങ്ങ് അടയ്ക്കാൻ ഓർത്തു. അങ്ങനെ ജനൽ തുറന്നിടത്തില്ല. വെയിലൊക്കെ ആണെങ്കിൽ ഞാൻ തുറന്നിടും, രാവിലെ തുറന്നിട്ട് പിന്നെ വൈകിട്ടേ അടയ്ക്കത്തുള്ളൂ. ഇത് പക്ഷേ മഴ ആയതുകൊണ്ട് അങ്ങ് അടയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു സമയമായപ്പോഴത്തേന് എൻ്റെ നടുവിന് നല്ലൊരു തീരുമാനമായിട്ടുണ്ട്. കുനിയാനും പറ്റുന്നില്ല, നൂരാനും പറ്റുന്നില്ല, ആകെപ്പാടെ കൊളുത്തി പിടിക്കുന്നു. പിന്നെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം നമുക്ക് കൂടെ വരുന്നതാണല്ലോ ഈ നടുവേദന. നടുവിൻ്റെ കൂടെ തന്നെ കാലിൻ്റെ ഉപ്പറ്റിക്ക് നല്ല വേദന ഉണ്ടോ. എനിക്ക് കുറച്ച് നേരമൊക്കെ നടന്നു കഴിയുമ്പോൾ പിന്നെ കാലിന് നല്ല പെയിനുണ്ട്. കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോഴോ അല്ലെങ്കിൽ ഒന്ന് കിടന്ന് കഴിയുമ്പോഴോ വേദനയൊക്കെ അങ്ങ് മാറും കേട്ടോ. അപ്പോൾ ഞാൻ ഓർത്തൊന്ന് കുറച്ച് നേരം ഒന്ന് കിടക്കാം, അപ്പം പിന്നെ അങ്ങ് മാറുമല്ലോ. അങ്ങനെ കിടക്കാൻ വന്നപ്പോഴത്തേക്ക് എന്നെ പീഡിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. തലയിൽ കൂടി ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ട് പേടിപ്പിക്കാൻ വേണ്ടിയിട്ടിരിക്കുമോ. ഇതേണ്ട ഞാൻ കുറച്ച് നേരം ഒന്ന് കിടന്നപ്പോഴത്തേക്ക് ചെയ്ത് വെച്ചതാണ് കേട്ടോ. ഇവിടെ എന്തിനാണ് ഞാൻ ക്ലീൻ ചെയ്തത്, ഇതാണ് അവസ്ഥ. ക്ലീൻ ചെയ്ത് ഒരു 5 മിനിറ്റ് പോലും അങ്ങനെ കിടക്കത്തില്ല. അപ്പോഴത്തേക്ക് എന്തൊക്കെയൊക്കെയോ വാരി തുണികളും വാരി പേപ്പറൊക്കെ മുറിച്ച് അവിടെ ഇട്ടിരിക്കുകയാണ് കേട്ടോ. വേണ്ട ഇഞ്ചി കുടിക്കാനുള്ള നിർബന്ധമാണ് കേട്ടോ കാണുന്നത്. മാക്സിമം ഞാനിപ്പം 2-3 വയസ്സാകുന്നുണ്ടല്ലോ. അപ്പം എല്ലാവരും പറയും നിർത്തണമെന്ന്. അപ്പം ഞാൻ നിർത്താൻ വേണ്ടിയിട്ട്, പക്ഷേ ഇവളൊരു ഒട്ടും പറ്റത്തില്ല കേട്ടോ. ഭയങ്കര കരച്ചിൽ. അപ്പോൾ ഈ കരച്ചിൽ കാണുമ്പം എങ്ങനെ നമ്മൾ കൊടുക്കാണ്ടിരിക്കാൻ തോന്നും. അങ്ങനെയാണ് കേട്ടോ ഞാൻ കൊടുത്തത്. ഒരിടയ്ക്ക് പക്ഷെ നിർത്തിയായിരുന്നു, പക്ഷെ പൂർണ്ണമായിട്ടില്ല. രാത്രിയിലൊക്കെ കൊടുക്കുമായിരുന്നു, പകലില്ലായിരുന്നു. പക്ഷേ ഇപ്പം പകലും ആയി രാത്രിയിലും എല്ലാം ആയിട്ട് ഇപ്പം ഒട്ടും പറ്റുന്നേ ഇല്ല. അവൾക്ക് ഭയങ്കര നിർബന്ധമാണ്. എങ്ങനെ ഇത് ശരിയാക്കി എടുക്കുമെന്ന് എനിക്കറിയത്തില്ല. കുറേ എല്ലാം നോക്കി നിർത്താൻ വേണ്ടിയിട്ട്, പക്ഷെ ഒന്നും ശരിയാവുന്നില്ല. ഈ കരച്ചിൽ കണ്ടോ, ഇഞ്ചി കുടിക്കാനുള്ള കരച്ചിലാണ്. എന്തിനാ വരുന്നേ? അവിടെ കിടക്കാനോ? കിടന്നിട്ട് എന്തിനാ? ചുമ്മാ കിടക്കാനോ? ചുമ്മാ കിടക്കാനാണെങ്കിൽ വരാം. ഇഞ്ചിയോ? ഇഞ്ചിയില്ല.
കുടിക്കാനുള്ള പിള്ളേരെ അംഗനവാടിയിലും കൂടുതലൊന്നും കയറ്റത്തില്ല. എനിക്ക് വേണ്ട. കള്ളക്കരച്ചിലാണോ? എൻ്റെ മനസ്സറിയും കേട്ടോ, അങ്ങനെ കൊടുക്കും. അങ്ങനെ ഞാൻ അവൾക്ക് ഫുഡൊക്കെ കൊടുത്തു, ഞാനും കഴിച്ചു. അപ്പോൾ ഒരു ഏകദേശം ഇപ്പോൾ 2 മണി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേനും ഞാൻ ഇവിടെ കയറ്റി ഉറക്കും. കാരണം ഈ ഒരു സമയത്ത് ഉച്ചയ്ക്ക് ഉറങ്ങിയില്ലെങ്കിൽ പിന്നെ വൈകുന്നേരം അങ്ങ് ഉറങ്ങും. ഉറങ്ങിക്കഴിഞ്ഞ് എഴുന്നേറ്റ് കഴിഞ്ഞാലോ പിന്നെ രാത്രിയിൽ ഉറങ്ങത്തതും ഇല്ല. അതുകൊണ്ട് ഞാൻ ഈ സമയത്ത് എന്തായാലും കയറ്റി കിടത്തി ഉറക്കും കേട്ടോ. അപ്പം അവൾ ഉറങ്ങും, ഞാൻ ഉറങ്ങത്തില്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് ആൾ ഉറങ്ങിയിട്ടുണ്ട്, നല്ല ഉറക്കമാണ്. അപ്പം ഇനിയൊരു 4 മണി 4:30 ആകുമ്പോഴേ ഉണരുള്ളൂ കേട്ടോ. അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.